അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ നമ്മുടെ ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ എല്ലാം പാക്കൊക്കെ ആക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കിട്ടും. ഇപ്പോൾ നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇവിടുന്ന് നമുക്കിനി പോകേണ്ടത് ബനിഹാലിലേക്കാണ്. അപ്പോൾ ബനിഹാലിൽ നിന്ന് പിന്നെ നമുക്ക് ജമ്മുവിന് വേണം പോകാൻ, എന്നിട്ട് ജമ്മുവിൽ നിന്ന് വേണം ഡൽഹിക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ബനിഹാൽ ടു ജമ്മു പോകുന്നത് ബൈ റോഡായിരിക്കും. കാരണം അവിടെ ട്രെയിൻ ഇപ്പോൾ കണക്ഷൻ ഇല്ല. കണക്ഷൻ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും ശ്രീനഗറിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് എത്താൻ പറ്റും, ഇല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് വരാൻ പറ്റും. ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ഇതാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ 2 മണിക്കാണ് ട്രെയിൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ സമയം 11:15 12 മണി അടുത്തായിട്ടുണ്ട്. അതുവരെ നമ്മൾ നമസ്കാരം. ഇന്ന് കാശ്മീർ താഴ്വരയുടെ മനോഹാരിത നിറഞ്ഞ ട്രെയിൻ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ശ്രീനഗറിൽ നിന്നും ബനിഹാൽ വരെ നീളുന്ന ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രെയിൻ യാത്രയുടെ കാഴ്ചകളാണ്. 11:30 കൂടിയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത്. ബനിഹാൽ വരെയുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ബാരാമുള്ള സൈഡിൽ നിന്നാണ് നമുക്കുള്ള ട്രെയിൻ വരുന്നത്. 2 മണിക്കാണ് അത് പുറപ്പെടുന്നത്. ഇപ്പോൾ നിലവിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 ഡിഗ്രിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. സാധാരണ റെയിൽവേ സ്റ്റേഷനിലെ തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ വളരെ സൈലൻ്റ് ആണ്. മറ്റ് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുറേ നേരം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിൽ കയറിയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ട്രെയിൻ നല്ല വൃത്തിയുള്ള ട്രെയിനാണ് കേട്ടോ. പിന്നെ നമുക്കിഷ്ടമുള്ള കോച്ചിൽ സഞ്ചരിക്കാം. എല്ലാ കമ്പാർട്ട്മെൻറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ബാത്റൂമും ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല നീറ്റാണ് കേട്ടോ. അകത്ത് നല്ല വിസ്തൃതിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മൊബൈൽ ചാർജിങ് പോർട്ടും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോസിൻ്റെ ഗ്ലാസ് എല്ലാം തന്നെ നല്ല നീറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ ഈ ഒരു വിൻഡോയ്ക്കുള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കോച്ചിലെയും ജനലുകൾ നല്ല വിസ്തൃതിയുള്ള ജനലുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ച, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് മറ്റേ ഷെയ്ഡുകളോ അഴുക്കുകളോ ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാനും സാധിച്ചു. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് കശ്മീരികളുടെ ഉടുപ്പ് തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ നമ്മളൊരു ചണച്ചാക്കിൻ്റെ അത്രയും കട്ടിയുള്ള ഏതാണ്ട് അതേ വലിപ്പമുള്ള വലിയ ജുബ്ബ പോലെയുള്ള വസ്ത്രമാണ് ഇവിടുത്തെ പുരുഷന്മാർ ധരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ തണുപ്പെങ്കിൽ വിൻ്റർ സീസണിൽ ഇവിടുത്തെ തണുപ്പ് നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ്. വിൻ്റർ സീസണിൽ പൂർണ്ണമായും മഞ്ഞിൽ മൂടി പോകുന്ന പ്രദേശമാണ് ഇവിടം. ആ ഒരു സമയത്തുള്ള യാത്ര ശരിക്കും സ്വർഗതുല്യമായ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്നുണ്ടാവും. കശ്മീർ വാലി താഴ്വരയിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. ഇതൊരു പരന്ന പ്രദേശമാണ്. അങ്ങ് ദൂരെ ഹിമാലയൻ മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന ഈ ട്രെയിനിൽ തന്നെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും നമ്മുടെ ജവാന്മാർ തിരനിറച്ച തോക്കുമായിട്ട് ഡ്യൂട്ടിക്കുണ്ട് കേട്ടോ. അവരുടെ ഒരു പ്രസൻസ് നമുക്ക് തരുന്ന ധൈര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കശ്മീർ വാലി എത്ര മനോഹരമാണെങ്കിലും അതിലുപരി അല്പം ഭയാനകമാണ് എന്ന് പറയാതെ വയ്യ. പക്ഷെ അത്തരം പേടികളൊക്കെ നമ്മളുടെ ജവാന്മാരുടെ പ്രസൻസും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ മുമ്പിൽ ഒന്നും തന്നെയല്ല എന്ന് വേണം പറയാൻ. ട്രെയിൻ നഗരപരിധി വിട്ട് കശ്മീരിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടക്കുകയാണ്. എത്ര മനോഹരമായ താഴ്വരയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സമാന്തരമായി തൊട്ടപ്പുറത്ത് റോഡും അത് നിറയെ വാഹനങ്ങളും സഞ്ചരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവയൊക്കെ തന്നെയും ബാരാമുള്ള ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതും കൂടാതെ ശ്രീനഗറിൽ നിന്നും ജമ്മു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളൊക്കെയാണ്. ഇനിയൊരിക്കൽ വിൻ്റർ സീസണിൽ ഈ പാതയിലൂടെ സഞ്ചരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവരുടെ വീടുകളെല്ലാം തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളാണ് ഇവർ വീടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മുഴുവൻ സമയവും ആളുകൾ പുറത്തെ കാഴ്ച കണ്ടിരിക്കുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചത്.
ശ്രീനഗറിൽ നിന്നും ബനിഹാലിലേക്ക് യാത്ര പോകുമ്പോൾ പ്രധാന സ്റ്റേഷനുകളുടെ പേരുകൾ ഞാനൊന്ന് പറയാം. ശ്രീനഗർ, പാമ്പൂർ, കൊക്കാപൂർ, രത്നിപുര, അവന്തിപുര, പൻഖാം, ആനന്ദ്നാഗ്, ഖാസികുണ്ട്. അങ്ങനെയാണ് ബനിഹാലിലേക്ക് യാത്ര പോകുന്നത്. പേരുകൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ പ്രൊനൗൺസിയേഷൻ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൽ അവന്തിപുര സ്റ്റേഷന് അടുത്താണ് പുൽവാമയുള്ളത്. പുൽവാമ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2019 ഫെബ്രുവരി 14 നമ്മുടെ 40 ജവാന്മാരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം നടന്നത്. പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദാണ് ഈ ഒരു മനുഷ്യ ബോംബിംഗ് നടത്തി നമ്മുടെ ജവാന്മാരുടെ മരണത്തിന് കാരണമായത്. പുൽവാമ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള അനിമേഷൻ വീഡിയോ കാണാൻ സാധിക്കും. അവിടെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എത്ര പ്ലാനിങ്ങോട് കൂടിയാണ് അവർ ഈ ഒരു മനുഷ്യ ബോംബിംഗ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൃഷിയിടങ്ങൾക്ക് നടുവിലായി ആളുകൾ കൂട്ടമായി താമസിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കറിയാം, കശ്മീരികൾ ഏറ്റവും കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ആട് വളർത്തലും ഇവർക്ക് ജീവിതത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിവിലിയൻസ് ജീവിക്കുന്നുണ്ട്. 2019 ശേഷം കശ്മീരിലേക്ക് സഞ്ചാരികളുടെ വരവ് വൻതോതിൽ വർദ്ധിച്ചു. കഴിഞ്ഞ സീസണിലെ കണക്ക് പ്രകാരം, അതായത് 2020 മുതൽ 2024 വരെയുള്ള കണക്കിൽ 2.36 കോടി സഞ്ചാരികളാണ് കശ്മീർ കാണാനായിട്ട് വന്നിട്ടുള്ളത്. അതിൽ തന്നെ 65,000 ജനങ്ങൾ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ തന്നെ കശ്മീരിൽ സഞ്ചാരത്തിൻ്റെ അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ആനന്ദ്നാഗ് സ്റ്റേഷൻ. ആനന്ദ്നാഗിൽ ഇറങ്ങിയാൽ നമുക്ക് കശ്മീരിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ വാലി ആയിട്ടുള്ള പഹൽഗാമിലേക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലൻഡാണ് പഹൽഗാം വാലി. പഹൽഗാമിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് ബൈസരൻ വാലി. നമുക്കറിയാം, നമ്മുടെ സഞ്ചാരികളെ ഭീകരവാദികൾ വെടിവെച്ച് കൊന്ന ബൈസരൻ വാലി. അവിടേക്ക് പോകുന്നതും പഹൽഗാമിൽ നിന്നാണ്. ട്രെക്ക് ചെയ്ത് വേണം ബൈസരൻ വാലിയിലേക്ക് എത്താൻ. ഞാനിന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് TV-യിൽ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞിട്ട് ഇന്ന് 15ാമത്തെ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ തീവ്രവാദികളെ തിരിച്ചടിക്കാൻ തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ആണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും
കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് ഓരോ വീഡിയോ മേക്ക് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. അങ്ങ് ദൂരെ ഒരു സീനറി പോലെ മലനിരകൾ പുറകിലേക്ക് ഓടി മറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഭീകരവാദമില്ലാത്തൊരു കശ്മീരിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ കശ്മീർ ഒരു സ്ഥാനം പിടിക്കുന്നുണ്ടാവും. അത്തരമൊരു കാശ്മീർ ഉടനെ തന്നെ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നാട്ടിലെ കർഷകരുടെ ഇടയിലേക്ക്, ആ വില്ലേജിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. നമുക്ക് വേണ്ടി ഒരുപാട് ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ, ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾ എല്ലാം തന്നെ അവർക്ക് നമുക്ക് വേണ്ടി ഒരുക്കാൻ സാധിക്കും. ഒരുപാട് സഞ്ചാരികൾ അവരുടെ വില്ലേജിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവരുടെ രുചികളുമായി, അവരുടെ ഭാഷയുമായി, അവരുടെ സംസ്കാരവുമായൊക്കെ നമുക്ക് ഇടപഴകാൻ സാധിക്കും. അതൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കും. കാശ്മീരിൻ്റെ തെക്കും പടിഞ്ഞാറുമായി പീർ പഞ്ചൽ മലനിരകൾ സ്ഥിതി ചെയ്യുന്നു. വടക്കും കിഴക്കുമായി ഹിമാദ്രിയും. കാശ്മീരിൻ്റെ തെക്കേയറ്റത്താണ് താഴ്വര സ്ഥിതി ചെയ്യുന്നത്. താഴ്വരയിലെ ഏറ്റവും വലിയ പട്ടണം ശ്രീനഗറാണ്. ശ്രീനഗറിലാണ് ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രമുള്ളത്. രാജ്യത്തിൻ്റെ കണക്ക് പ്രകാരം ലക്ഷം ജനങ്ങളാണ് ശ്രീനഗറിൽ താമസിക്കുന്നത്. കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് ചെലം നദി. അത് വെരിനാഗ് എന്ന സ്ഥലത്തു നിന്ന് ഉത്ഭവിച്ച് ശ്രീനഗറിലൂടെയാണ് ഒഴുകുന്നത്. അതിനുശേഷം പഞ്ചാബ് വഴി പാകിസ്ഥാനിലേക്ക് പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് ചനാബ് നദി. ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഉത്ഭവം. അതിനുശേഷം ജമ്മുവിലേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രധാനപ്പെട്ട രണ്ട് നദികളെ പറ്റിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വാർത്തയിൽ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇൻഡസ് വാലി ഗവൺമെൻറ് റദ്ദാക്കാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള റിവേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ നദികൾ തന്നെയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് മിലിറ്ററി ക്യാമ്പും അവരുടെ ഓഫീസ് കാര്യാലയങ്ങളുമൊക്കെയാണ്. അങ്ങനെ കശ്മീർ താഴ്വരയിലൂടെ നമ്മൾ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മെല്ലെ നമ്മുടെ ട്രെയിൻ അവന്തിപുര റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങ് ദൂരെ മരങ്ങൾ ഇലപൊഴിച്ച് നിൽക്കുന്നത് കൊണ്ടാവാം മലനിരകൾ വളരെ ഭംഗിയായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെ കൃഷിയിടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൃഷിയിടങ്ങളിൽ അവിടെയായി നമുക്ക് കർഷകരെ കാണാൻ സാധിക്കും. എന്നാൽ കാശ്മീരിലെ കൃഷിയിടങ്ങളിലൊന്നും തന്നെ നമുക്ക് കർഷകരുടെ ഒരു പ്രസൻസ് കാണാൻ സാധിച്ചില്ല കേട്ടോ. ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ അവരവരുടെ വീടുകളിലും കൂടാതെ പട്ടണങ്ങളിലും മാത്രമായി ജീവിതം ഒതുങ്ങുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ നാടുകളിലെ പോലെ ഗ്രാമങ്ങളിൽ സൊറ പറയാൻ വരുന്നതോ അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ വട്ടം കൂടി
വൈകുന്നേരങ്ങളിൽ വർത്തമാനം പറയുന്നതോ അത്തരം കാഴ്ചകളൊന്നും തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് യഥാർത്ഥ ഫ്രീഡം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം മുൻകാലങ്ങളിലെ ഇവിടുത്തെ മതതീവ്രവാദങ്ങളും ടെററിസ്റ്റ് ആക്ടിവിറ്റികളും എല്ലാം തന്നെ ഇവിടുത്തെ സിവിലിയൻസിനെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ടും ഏതു നിമിഷവും ഒരു അക്രമം പ്രതീക്ഷിക്കാവുന്നതുകൊണ്ടും ആളുകൾ എപ്പോഴും ആ ഒരു ഭയത്തിൽ തന്നെയാണ് കഴിയുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഇവിടെ നൽകുന്ന ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഈ തീവ്രവാദത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാനാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെയായാലും കഴിഞ്ഞ കാശ്മീർ യാത്രയിൽ എനിക്ക് അവിടെ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് 2019 മോദി ഗവൺമെൻറ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം ഇവിടുത്തെ സിവിലിയൻസിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം വലിയ മാറ്റം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ടൂറിസത്തിൻ്റെ കടന്നുവരവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിവിലിയൻസ് ഒരുപാട് ഹാപ്പിയാണ്. ഈ ഒരു കാരണത്താൽ തന്നെ വിഘടനവാദത്തിൻ്റെ ഒരു 70% എങ്കിലും ഇവിടെ അവർ സിവിലിയൻസിൻ്റെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വരും എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണോ തീവ്രവാദികളെ വെറുക്കുന്നത്, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മളുടെ കാശ്മീരിലെ സാധാരണ ജനങ്ങൾ അത്രത്തോളം വെറുപ്പുളവാക്കുന്ന ഒരു സംഭവമാണ് ഭീകരവാദികൾ അവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ഒരു കാലഘട്ടങ്ങളിലും ഭീകരവാദികൾക്ക് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ കാശ്മീരിലുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. 3.5 കോടി ജനങ്ങളാണ് കഴിഞ്ഞ സീസണിൽ കാശ്മീരിലേക്ക് സഞ്ചാരത്തിനായി വന്നിട്ടുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ. അവിടെ ഒരു സഞ്ചാരി തന്നെ ഒരു 100 രൂപ വീതം മുടക്കിയാലും അത് എത്ര വലിയ തുകയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ തുകയെല്ലാം വന്നു ചേരുന്നത് ഇവിടുത്തെ സാധാരണ നോർമൽ സിവിലിയൻസിൻ്റെ കൈകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഈ ടൂറിസം കൊണ്ട് കാശ്മീരിലെ സാധാരണ സിവിലിയൻസ് എത്രത്തോളം ഫ്രീഡം എന്താണെന്ന് ശരിക്കും റിയലൈസ് ചെയ്യുന്നൊരു സമയം. ഈ സാഹചര്യത്തിലാണ് വളരെ ചുരുക്കം ചില തീവ്രവാദികൾ പഹൽഗാമിൽ സഞ്ചാരികൾക്കെതിരെ ആക്രമണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ടൂറിസത്തിൻ്റെ പേരിൽ ഇവിടുത്തെ സാധാരണ നോർമൽ സിവിലിയൻസ് ഒരുപാട് ലോണുകൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ ഈ ടൂറിസത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവർ മുടക്കുന്ന ഫണ്ട് അവർക്ക് തിരിച്ച് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ, കാരണം ടൂറിസം ഇത്രയും വലുതായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരൊരുപാട് ലോണുകൾ എടുത്തിട്ടുണ്ട്. എല്ലാം ടൂറിസ്റ്റ് ഓഫീസ് തുടങ്ങാനും ശിഖാര ബോട്ടുകൾ വാങ്ങാനും അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്ങിനുള്ള കുതിരകളും ടൂറിസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരു ആക്ടിവിറ്റി ഐറ്റംസ് വാങ്ങാനൊക്കെ ആയിട്ട് അവർ ലോണും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മതതീവ്രവാദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഞ്ചാരികൾക്കെതിരെ ഇത്തരം ഒരു ആക്ടിവിറ്റി നടന്നാൽ ഇത് അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതാണെങ്കിലും ഇനി ഒരിക്കലും ഇവിടുത്തെ സാധാരണ സിവിലിയൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും പടിപടിയായിട്ട് കാശ്മീരിൽ നിന്നും തീവ്രവാദം ഇല്ലാതാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തീവ്രവാദ സംഘടനകളെയും പിടിച്ച് അവരുടെ ടെററിസ്റ്റ് ക്യാമ്പുകളെല്ലാം തന്നെ തകർത്തുകൊണ്ട് നമ്മുടെ കാശ്മീരിൽ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ടീമിന്
ജയ് ഹിന്ദ്.